ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 46-ാം തിരുവചനം: എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഈശോ പറയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും അന്ധകാരത്തിൽ പെട്ടുപോകരുത്, തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകരുത്. അവർ അന്ധകാരത്തിലാകാതിരിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് വന്നിരിക്കുന്നു. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ജീവിതത്തിൽ അന്ധകാരം ഉണ്ടാകത്തില്ല. അവരുടെ ജീവിതം തകർന്നു പോകത്തില്ല. കാരണം ഇവൻ ജീവിതത്തിൽ ജ്വലിച്ച് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ പ്രകാശം, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം, നിൻ്റെ കുടുംബത്തിൻ്റെ പ്രകാശം, അത് ക്രിസ്തുവാണ്. ചേർന്ന് നിന്നാലേ പ്രകാശം കിട്ടത്തുള്ളൂ. അന്ധകാരം പല രീതിയിൽ ജീവിതത്തിലേക്ക് വരാം. കാറ്റും കോളും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് നമുക്കാർക്കും കണക്ക് കൂട്ടത്തില്ല. കാറ്റും കോളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിനക്ക് ശക്തി പകരുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന പ്രകാശമാണ് ക്രിസ്തു. ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ മേഖലകളിൽ നിന്ന് നീ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നീ പ്രകാശിക്കുന്ന വ്യക്തിയായി തീരും. കാരണം ലോകത്തിന് നിന്നെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അത്രമാത്രം ശക്തിയേറിയ പ്രകാശമാണ് നിന്റെ ക്രിസ്തു. ക്രിസ്തുവിൽ പ്രകാശിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തി നിന്റെ നാമത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നൽകണമേ. നീയാകുന്ന പ്രകാശത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.